ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മക്കൾക്ക് ആരുണ്ട്? ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള ഓരോ മാതാപിതാക്കളുടെയും നെഞ്ചു പൊള്ളിക്കുന്ന ചോദ്യമാണിത്. പ്രായമാകുന്തോറും തളരുന്തോറും ഈ മാതാപിതാക്കളുടെ ആശങ്കകൾ വർദ്ധിക്കുകയുള്ളൂ. എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം ഇനി വിരാമം. മാതാപിതാക്കൾക്കും അവരുടെ പ്രിയപ്പെട്ട ഭിന്നശേഷിക്കാരായ മക്കൾക്കും ഒന്നിച്ച് സുരക്ഷിതമായി ജീവിക്കാൻ ഒരു സ്വർഗം ഒരുങ്ങിയിരിക്കുന്നു. ഏഞ്ചൽസ് ഹോം. മാറ്റി നിർത്തലിന്റെയോ അവഗണനയുടെയോ കഥയല്ല ഇനി ഇവർക്ക് പറയാനുള്ളത്. ഇത് ഒത്തുചേരലിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പുതിയ അധ്യായമാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കളോടൊപ്പം ആ ജീവനാന്തം ഒന്നിച്ചു താമസിക്കാൻ ഒരുക്കിയിരിക്കുന്ന അപൂർവമായ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രൊജക്റ്റാണ് ഏഞ്ചൽസ് ഹോം. ഈ വലിയ കാരുണ്യ പ്രവർത്തനത്തിന് പിന്നിൽ ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ മനസ്സാണ്. ഫാദർ റോയ് വടക്കേൽ. മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകയായ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും സ്നേഹവുമാണ് ഇന്ന് ഏഞ്ചൽസ് വില്ലേജും ഏഞ്ചൽസ് ഹോമുമായി പടർന്നു പന്തലിച്ചിരിക്കുന്നത്. ഞാൻ മരിച്ച എൻ്റെ കുഞ്ഞിന് ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിൽ ആണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് സൗകര്യമായിട്ടുള്ളത്. മരണം വരെ കുഞ്ഞിൻ്റെ കൂടെ മാതാപിതാക്കൾ താമസിക്കാൻ സാധിക്കും. മരണശേഷം നമ്മൾ അവിടെ കാര്യങ്ങൾ നോക്കും. ഈ വിധത്തിൽ ഉള്ള ഒരു സർവീസ് നമുക്ക് ഈ മാതാപിതാക്കൾക്ക് ഗുണകരമായി നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സർവീസ് ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ഇങ്ങനൊരു കുഞ്ഞ് ജനിച്ചാൽ യഥാർത്ഥത്തിൽ മാതാപിതാക്കളാണ് ഡിസേബിളായി മാറുന്നത്. അവരുടെ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യുവാനും പരിഹരിക്കുവാനും സഭയ്ക്ക് പ്രഥമമായ ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു കടമ നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞിരപ്പള്ളി രൂപത ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുക. ഇവർക്കിത് കൊടുക്കുന്നത് നമ്മുടെ ആരുടെ ഔദാര്യമല്ല, നമ്മുടെ ആരുടെ ദാക്ഷിണ്യമല്ല, മറിച്ച് അവർക്കത് ലഭിക്കാൻ അവകാശമുണ്ട്. സഭയ്ക്ക്, പൊതുസമൂഹത്തിന് നമുക്ക് വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഈ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനായി. ആ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്വ നിർവഹണം എന്ന നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക, ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഓരോ കുടുംബത്തിനും അവരുടെ സ്വകാര്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വന്തമായി താമസിക്കാൻ എക്സ്ക്ലൂസീവ് ഹോമുകൾ ഒരുക്കിയിട്ടുണ്ട്. മക്കളുടെ ഭാവി ഓർത്ത് ഇനിയൊരു മാതാപിതാക്കളും കണ്ണീരൊഴുക്കേണ്ടി വരില്ല എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത. നിലവിൽ 18ഓളം കുടുംബങ്ങളാണ് തങ്ങളുടെ മക്കളോടൊപ്പം ഇവിടെ സന്തോഷകരമായ ഒരു പുതിയ ജീവിതം നയിക്കുന്നത്. എൻ്റെ പേര് ജോൺ തെങ്ങപ്പള്ളി. ഇത് എൻ്റെ ജീവിത പങ്കാളി ഷെർലി. ഞങ്ങൾ എറണാകുളത്തായിരുന്നു. 40 വർഷത്തോളം എറണാകുളത്ത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, ആൺമക്കൾ. അവർ രണ്ടുപേരും IQ ബിലോ നോർമൽ എന്ന കണ്ടീഷനിലുള്ളവരാണ്. അവർക്ക് ആരോഗ്യപരമായിട്ടൊരു പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും എഴുതുകയും വായിക്കുകയും ഓടുകയും ചാടുകയും എല്ലാം ചെയ്യും. എങ്കിലും ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്തു ചെയ്യും, ഞങ്ങളുടെ കാലശേഷം ഇവരുടെ തീരുമാനങ്ങളൊക്കെ ആരെടുക്കും, ഇവരെ ആര് നോക്കും, ഇവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തി കൊടുക്കും. അങ്ങനെ ഉള്ളൊരു അന്വേഷണത്തിലാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊന്നും നമുക്ക് മോഡലായിട്ട് കേരളത്തിലില്ല, അതിനെപ്പറ്റിയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു വൈദികൻ റോയ് മാത്യു വടക്കേൽ എന്ന അച്ഛൻ ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ടെന്നും അച്ഛന് ഇതിലുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നും ഒക്കെ അറിയാനിടയായത്. ഞങ്ങളിവിടെ വന്നിട്ട് 3 വർഷം കഴിഞ്ഞു. ഇതിൻ്റെ മെയിൻ തീം എന്നുള്ളത് ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു 3 ചിന്തകളാണ്. ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസിക്കുന്നു. ഓരോരുത്തർക്കും സെപ്പറേറ്റ് 2 ബെഡ്റൂം 3 ബെഡ്റൂം ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ഞങ്ങളുടെ ചെലവിൽ തന്നെ ഈ റോയ് അച്ഛൻ ഞങ്ങൾക്ക് പണിതു തന്നു. അതായത് രൂപത, കാഞ്ഞിരപ്പള്ളി രൂപത ഞങ്ങൾക്ക് പണിതു തന്നു. ഫുഡൊക്കെ കഴിക്കുന്ന കോമൺ കിച്ചണാണ്. ഞങ്ങളുടെ ഓരോ സമയങ്ങളിൽ ഞങ്ങളവിടെ പോയി ഫുഡ് കഴിക്കുന്നു. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രാവിലെ 6:30 വിശുദ്ധ കുർബാനയുണ്ട്. വിശുദ്ധ കുർബാന ചെല്ലാനായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടർ അച്ഛൻ ഇവിടെ തന്നെ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. പിന്നെ വൈകിട്ട് ഞങ്ങൾ എല്ലാവരും, എല്ലാ ഫാമിലീസും ഒരുമിച്ച് വന്നൊരു സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ നടത്തും വൈകിട്ട് 7 മണിക്ക്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുന്നു. ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി ലിവിങ്, ആ ആശയത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ 10 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ ചില പേരൻസൊക്കെ ഒരുമിച്ച് കൂടി കൃഷി ചെയ്യുന്നു. ഞങ്ങളാണേലും ഞങ്ങൾ ഗ്രോ ബാഗിലൊക്കെ പച്ചക്കറികൾ നട്ട് വളർത്തുന്നു. നല്ലൊരു ഗാർഡനുണ്ട്. അതുപോലെ ഞങ്ങൾ ചിലരൊക്കെ അച്ഛൻ്റെ ഓഫീസിൽ സഹായിക്കുന്നവരാണ്. അച്ഛൻ്റെ പല സംവിധാനങ്ങളിലും ഞങ്ങൾ പങ്കുചേരുന്ന അച്ഛനെ സഹായിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു, അതുപോലെ ടൂറിന് പോകുന്നു.
എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ എല്ലാം നമുക്കൊത്തിരി ഒരു ആശ്വാസം, അതായത് ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ അവരെ ആര് നോക്കും എന്നുള്ളതിൻ്റെ വലിയ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇവിടെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് 2 പേരാണെന്ന് പറഞ്ഞല്ലോ. അവർ 2 പേരും ഇവിടെയുള്ളൊരു സ്ഥാപനം, ഒരു കടയുണ്ട്, വലിയൊരു കടയുണ്ട്, അവിടെ ജോലി ചെയ്യുന്നു. മറ്റു മക്കൾ ഇങ്ങനെ വേറെ കുറേ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒരു കുടുംബം ഒരു ബിസിനസ്സുകാരാണ്. അദ്ദേഹം ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മറ്റുള്ളവരൊക്കെ റിട്ടയർ ചെയ്തവരൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മാസവും ഒരുമിച്ച് ഒന്നുകൂടി എല്ലാവരുടെയും ബർത്ത്ഡേ, അതുപോലെ വിവാഹ വാർഷികം, ഇതൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഒരു ദിവസം ഒരു കേക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷമായിട്ട് ആഘോഷിക്കുന്നു. ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്. ആരോഗ്യപരമായിട്ടും ആശുപത്രിയിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ബൈ സ്റ്റാൻഡേഴ്സിനെ ഇവിടുന്ന് തന്നെ അച്ഛൻ അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ എന്നും ഇവിടെ 2 സ്റ്റാഫ് നഴ്സുമാരുണ്ട്. എന്നും ഈ നഴ്സുമാർ ഞങ്ങൾ ഓരോരുത്തരുടെയും ഭവനം സന്ദർശിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഷുഗർ, പ്രഷർ എന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരികയൊക്കെ ചെയ്യുന്നു. ആശുപത്രി പോകേണ്ടവരുടെ കൂടെ അവർ കൂടെ വരുന്നു. ഞങ്ങളിവിടെ വന്നതിന് ശേഷം എന്താണെങ്കിലും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പണ്ടൊക്കെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഞങ്ങളെല്ലാവരും കോമൺ ആയിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് പരസ്പര കാര്യങ്ങളെല്ലാം പറയുമ്പോൾ. തന്നെ എല്ലാ ദിവസവും കുർബാനയോടുകൂടി നമ്മുടെ ജീവിതം തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സമാധാനവും സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകാം. പിന്നെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളൊന്നുമില്ല. എല്ലാവരും നമ്മുടെ ചുറ്റിലുള്ളത് കൊണ്ട്. പണ്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നതും അഭിമുഖീകരിക്കുന്നു. ഇവിടെ നമ്മുടെ ചുറ്റിലും ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണെന്നൊരു ഫീലിംഗ് ഒരിക്കലും നമുക്കില്ല. അതുകൊണ്ട് നല്ലൊരു സെക്യൂരിറ്റി ഫീലിംഗാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. പിള്ളേരാണെങ്കിലും അവിടെ ആയിരുന്ന സമയത്ത് എപ്പോഴും എന്നെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവർക്കൊരു അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ പറയാതെ തന്നെ ഓരോരുത്തരും കൃത്യമായിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യുകയും ഓരോരുടെ കാര്യങ്ങൾ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അവർക്ക് പിന്നെ ഒരു ലക്ഷ്യബോധമുണ്ട്. രാവിലെ എഴുന്നേൽക്കുക, പള്ളിയിൽ പോവുക, കടയിൽ പോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവരിരിക്കുന്നത്. അവർക്കും ഭയങ്കര ഒരു ആക്റ്റീവാണ്. അവർ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കും വളരെ സമാധാനമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ കാര്യത്തിനും അവരെ ഇങ്ങനെ അല്ലെങ്കിൽ അവർ ഞങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ അങ്ങനെ ഞങ്ങളെ ആശ്രയിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അവർ തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പം നമുക്കതൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. അവർ നമ്മളില്ലെങ്കിലും അവർ തന്നെത്താൻ കാര്യങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നുള്ളൊരു നമുക്ക് സമാധാനത്തിനൊരു കാര്യമാണ്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കുട്ടികളെ കല്യാണം കഴിപ്പിച്ചാൽ അവർ മാറ്റം വരും, അവർ രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷേ നമ്മളൊത്തിരി ദുരന്തങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ കല്യാണം കഴിച്ചാൽ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അറിയത്തില്ലാത്ത കുട്ടികൾ, അത് ആണാണേലും പെണ്ണാണേലും, പിന്നെ അവർ വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടും, കുടുംബം വലിയ പ്രശ്നത്തിലാവും. അപ്പോൾ അതിന് പകരം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കുട്ടികൾ അതൊരു ദൈവവിളിയായിട്ട് സ്വീകരിക്കുക. ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഇത് നമ്മൾ വരുത്തി വെച്ചതോ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതോ അല്ല. നമ്മളെ കുട്ടികൾ ഇങ്ങനെ തന്നെങ്കിൽ ദൈവത്തിന് പ്രത്യേക ഒരു പദ്ധതിയുണ്ട്. അത് നമ്മളിലൂടെ മാത്രമേ, നമ്മളെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളത് അംഗീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പം കുട്ടികളെ സംബന്ധിച്ചും നമ്മളവരെ എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്നു, അതനുസരിച്ചാണ് അവരുടെ ബിഹേവിയറും പെരുമാറ്റവും. ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങളുടെ മൂത്ത മോൻ, അവന് നല്ലൊരു വായിക്കത്തൊന്നുമില്ലായിരുന്നു, പക്ഷേ ഓവർ സ്പീഡൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഞങ്ങളുടെ അനുദിന ദിവ്യബലിയിൽ ഞാനായിരുന്നു ശുശ്രൂഷയായിട്ട് നിൽക്കുന്നത്. അപ്പം ബൈബിൾ വായനയും അതുപോലെ അൽത്താര ഒരുക്കലും ഒക്കെ. അപ്പം അത് കണ്ട് ഒരു ദിവസം ഞങ്ങൾ അവനോട് പറഞ്ഞു, ഇനിയും തൊട്ട് മോനായിരിക്കണം അൽത്താര ശുശ്രൂഷി. അപ്പോൾ അവൻ ധൈര്യപൂർവ്വം അവൻ പുസ്തകം നോക്കി ഈ അൽത്താര ശുശ്രൂഷയായിട്ട് ഇപ്പോൾ അവനാണ് കുർബാനയ്ക്ക് കൂടുന്നത്. ഞങ്ങൾ ഡെയിലി ബൈബിൾ വായനയുണ്ട്. ബൈബിൾ അവർ കേട്ട വചനങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ഡയറിയിൽ, ഓരോരുത്തർക്കും ഞങ്ങൾ 4 പേർക്കും 4 പേഴ്സണൽ ബൈബിളുണ്ട്. അപ്പം വൈകിട്ട് എല്ലാവരും തന്നെ ഒരുമിച്ച് ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചിട്ട് അവർ രാവിലെ കേട്ട വചനങ്ങളും അല്ലെങ്കിൽ എവിടുന്നേലും കിട്ടുന്ന വചനങ്ങളൊക്കെ അവരുടെ ഡയറിയിൽ എഴുതി, പിന്നെ ബൈബിൾ നോക്കി ഫുൾ പാസേജ് അവർ ബൈബിളിൽ എഴുതും. അപ്പം ബൈബിളുമായിട്ട് വചനവുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. പല വചനങ്ങൾ കാണാപ്പാടം അറിയാം. അങ്ങനെ ഒരു സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞുള്ള ഒരു ഏറ്റവും വലിയ അനുഗ്രഹം അതാണെന്ന് പറയാം. നമുക്കിവിടെ
ഹോസ്പിറ്റൽ സേവനം ഉണ്ട്. അതുപോലെ ഇവിടെ ആംബുലൻസ് എപ്പോഴും 24 മണിക്കൂറും ആംബുലൻസ് ഉണ്ട്. 24 മണിക്കൂറും ഒരു വൈദികൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇവിടെ താമസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ, ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഏത് സിറ്റിയിൽ താമസിച്ചാലും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ കുട്ടികളെ എവിടെയെങ്കിലും ഹോസ്റ്റലാക്കിയാൽ നമുക്ക് ഫ്രീ ആകാം, പക്ഷേ നമ്മുടെ മനസ്സ് ഫ്രീ ആകുകയില്ല. അവർക്കും ഒരു ഏകാന്തത അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മകൾ തീർച്ചയായിട്ടും ഇനിയും പല സ്ഥലങ്ങളിലും പല രൂപതകളിലുമൊക്കെ ഇതുപോലെ രൂപപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതൊരു ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അത്യാവശ്യമാണ്. ഏഞ്ചൽസ് ഹോമിൽ പിന്നെ പേരൻസ് അവർ ഈ ഫാമിലി തമ്മിൽ വളരെ ഒരു ബോണ്ടുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യും, അവർ ഡിസ്കസ് ചെയ്യും. വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടും, അവർ പ്രാർത്ഥനകളിൽ ഒന്നായിട്ട് ചേരും. ഇവർ വളരെ ഒരു ബോണ്ടിങ് ആണ് ഞാനിവിടെ കാണാൻ പറ്റുന്നത്. എല്ലാ ആവശ്യങ്ങളും പരസ്പരം സഹായിക്കുന്ന, ഒരാൾക്ക് വയ്യെങ്കിൽ ഒരാളെ ആശുപത്രി കൊണ്ടുപോകാൻ, സാധനങ്ങൾ വാങ്ങിക്കാൻ, അങ്ങനെ എല്ലാ കെയറും നടത്തുന്ന, അതാണ് വളരെ യുണീക്കായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒത്തൊരുമ, ഒരു കൂട്ടായ്മ, ഇവരുടെ ആഘോഷങ്ങൾ. പിന്നെ അതൊരു വലിയൊരു നല്ലൊരു കാര്യമാണ്. ഇവർ എല്ലാവരുടെയും ബർത്ത്ഡേ ആഘോഷിക്കും, ആനിവേഴ്സറീസ് ആഘോഷിക്കും. എന്ത് വിശേഷമുണ്ടെങ്കിലും എല്ലാവരെയും കൂട്ടി മാസത്തിൻ്റെ അവസാനം ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്ത് അതെല്ലാവരുടെയും കൂടി ആഘോഷമായിട്ട് നമ്മൾ മാറ്റും. എല്ലാവരും നമ്മൾ പങ്കുചേരും അതിൽ. അങ്ങനെ ഇവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും. ഇതാണ് വളരെ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് കാണുന്നത്. സാധാരണ അങ്ങനെ നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കും ആൾക്കാർ തമ്മിൽ ഒരു ബന്ധം അങ്ങനെ ഇല്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് എല്ലാ ദിവസവും എല്ലാവരും തമ്മിൽ വളരെ അടുത്ത് ഒരു ഫാമിലി പോലെ, കൂട്ടുകുടുംബം എന്ന് വേണം നമുക്ക് പറയാം. പല പല മുറികളിൽ താമസിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവരുടെ കൂടെ നിൽക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഇവരുടെ കാര്യങ്ങൾ ഓഫീസുമായിട്ടുള്ള കോർഡിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് ഫാദറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും. ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കും. സംതിങ് വണ്ടർഫുൾ ആൻഡ് മിറാക്കുലസ് പ്ലേസ്. മാതാപിതാക്കളുടെ ആശങ്കകൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളെ സ്വാശ്രയശീലരാക്കുക എന്ന വലിയ ദൗത്യമാണ് ഏഞ്ചൽസ് ഹോം ഏറ്റെടുത്തിരിക്കുന്നത്. ഫാദർ റോയ് വടക്കേലിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ചുവടുവെപ്പ് സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാത്തമായ പ്രൊഫഷണൽ മാതൃകയാണ്.